ഹായ് ഓൾ. അപ്പോൾ നോമ്പ് കാലത്ത് എൻ്റെ ഒരു വർക്ക് ഫ്രം ഓഫീസ് ഡേ കാണാം. നമുക്ക് 5 ദിവസവും ഓഫീസിൽ പോകണം. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് മെട്രോയിൽ എന്നെ ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് മെട്രോ പിടിച്ച് ഒരു ഒരു 25 ഒരു അരമണിക്കൂറിനുള്ളിൽ എൻ്റെ സ്റ്റോപ്പെത്തും. അവിടുന്ന് പിന്നെ ഒരു വലിയ ഓവർ ബ്രിഡ്ജ് കയറാനുണ്ട്. ഈ ഒരു വെയിലത്ത് നമ്മൾ ബ്രിഡ്ജ് കയറണം, ബാഗൊക്കെ തൂക്കിയിട്ട്. അത് തന്നെ ഏറ്റവും വലിയ ടാസ്ക്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഇറങ്ങി പിന്നെ നടക്കാനുണ്ട്. ഇതിന് ശേഷം എനിക്ക് ഒരു ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ നടന്നിട്ട് നമ്മൾ അവിടെ ഓട്ടോ സ്റ്റാൻഡിലെത്തിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഓട്ടോ കിട്ടും. ഇത് ഷെയർഡ് ഓട്ടോ ആണ്. 4 പേരെയാണ് ഇവർ എടുക്കുക അറ്റ് എ ടൈം. ഒരാൾക്ക് 30 രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ടെക് പാർക്കിലെത്തി ഒരു ക്യാബിൽ ഷട്ടിലുണ്ട്, ഫ്രീ ഷട്ടിലുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ സ്റ്റോപ്പിൽ ഇറക്കും. അവിടെ നിന്ന് പിന്നെ നടന്നിട്ടാണ് ഓഫീസിലേക്ക് പോകേണ്ടത്. അപ്പം വർക്കൊക്കെ കഴിഞ്ഞ് ഇതേപോലെ തന്നെ തിരിച്ച് വൈകുന്നേരം 4 മണിക്ക് ഞാൻ വിട്ടു. വീട്ടിൽ ഒരു 5:30ക്കാണ് എത്തിയത്. അപ്പോൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ ഞാനൊരു ഊബർ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. വന്നു കഴിഞ്ഞിട്ട് നേരെ പിന്നെ റെസ്റ്റൊന്നുമില്ല, നേരെ കിച്ചണിലേക്ക് കയറി നോമ്പിൻ്റെ കാര്യമാക്കി. 6:40 ബാങ്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ഇന്നുണ്ടാക്കിയത് ഞാൻ എഗ് സാൻഡ്വിച്ചാണ്. എഗ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് കുറച്ച് വെജീസും പ്ലസ് ഈ എഗ്ഗും സോട്ട് ചെയ്തെടുത്ത് കുരുമുളക് പൊടിയും പിന്നെ ഒറിഗാനോ മാത്രമാണ് ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ മസാലാസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ യോഗേർട്ടും കൂടി ആഡ് ചെയ്തു. ഇത് മൊത്തം നല്ല ഹെൽത്തി ഫില്ലിംഗ് ആണ്. പിന്നെ ബട്ടറിൽ ബ്രെഡ് സോട്ട് ചെയ്തു. അതിനകത്ത് കെച്ചപ്പും പിന്നെ ഈ നമ്മുടെ ഫില്ലിങ്ങും ഒക്കെ വെച്ച് ഉള്ളിലത്തെ ഫില്ലിങ് മൊത്തം ഹെൽത്തിയാണ്. പക്ഷേ ബ്രെഡ് ഒഴിച്ച് ബാക്കിയൊക്കെ ഹെൽത്തി തന്നെയാണ്. ചീസും കൂടി വെച്ചു. അത് അത്ര വലിയ ഹെൽത്തി ഒന്നുമല്ല. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഒരു നോമ്പ് തുറ. പിന്നെ ഇന്നലത്തെ കക്കറൊട്ടിയും തരിക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാതിൽ തുറന്ന് നോമ്പ് ബാങ്കിന് കാത്തിരിക്കുന്ന ഒരു സീനാണിത്. അത്രയേ ഉള്ളൂ നോമ്പ് തുറ.